ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നതിൽ നല്ലൊരു ശതമാനം ആളുകളും ആ സമയത്തെ ലക്ഷണങ്ങളെ അവഗണിച്ചവരാണ്. ഏറ്റവും വലിയ സങ്കടം അതാണ്. അവരല്പം ഗൗരവത്തിൽ ആ ലക്ഷണങ്ങളെ കണ്ടിരുന്നെങ്കിൽ പലരും ഇന്ന് ജീവനോടെ ഉണ്ടായേനെ. അറിവില്ലായ്മ കാരണമല്ല ആളുകൾ ലക്ഷണങ്ങളെ അവഗണിക്കുന്നത്. അത്ഭുതകരമായൊരു പഠനം കണ്ടെത്തിയ എന്താണെന്ന് വെച്ചാൽ, അറ്റാക്ക് വരുന്ന ഡോക്ടർമാർ പോലും സ്വയം ലക്ഷണങ്ങളെ അവഗണിക്കാറുണ്ട്. എത്രയോ ഡോക്ടർമാർ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ ഡോക്ടർമാർക്കൊന്നും ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണോ? അല്ല. സത്യത്തിൽ ഇതെല്ലാം മാനസികമായിട്ടുള്ള ഒരു പ്രശ്നവും സ്വഭാവ രീതിയിലുള്ള പ്രശ്നങ്ങളും കാരണമാണ്. അറ്റാക്ക് വരുമ്പോൾ അത് അവഗണിക്കുന്ന 5 തരത്തിൽപ്പെട്ട ആളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കൂട്ടം ആളുകൾ നല്ല ധൈര്യശാലികളാണ്. ഭയങ്കര ഓവർ കോൺഫിഡൻസിലുള്ള ആൾ. അവർക്ക് ഒരിക്കലും അറ്റാക്ക് വരുമെന്ന് സമ്മതിക്കില്ല. അവർ ഫിറ്റാണ്. ഭക്ഷണത്തിലൊക്കെ നല്ല കൺട്രോൾ ഉണ്ട്. അവരെപ്പോഴും ഈ ലക്ഷണങ്ങളൊക്കെ ഗ്യാസിന്റെ ആണെന്ന് പറയും. ഡോക്ടർമാരെ കാണിക്കാൻ പലപ്പോഴും അവരുടെ അഭിമാനം അവർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് കുഴഞ്ഞു വീണ് അറ്റാക്ക് കാരണം മരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ. രണ്ടാമത് വരുന്ന ആളുകളുടെ കാര്യം സങ്കടമാണ്. അവർക്ക് അറ്റാക്ക് തിരിച്ചറിയപ്പെടാതെ പോകുന്നത് ലക്ഷണങ്ങളുടെ പ്രശ്നമാണ്. അവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നില്ല. അവർക്ക് ക്ഷീണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ഛർദി മാത്രമേ അനുഭവപ്പെടുള്ളൂ, അതല്ലെങ്കിൽ തലകറക്കം. ഇത് അറ്റാക്കിന്റെ ലക്ഷണമാണെന്ന് പലപ്പോഴും കണ്ടെത്തുന്നില്ല. ആശുപത്രിയിൽ എത്തിയാൽ പോലും ഇവരെ തിരിച്ചയക്കപ്പെടുകയാണ്. ഇങ്ങനെ കൂടുതലും സംഭവിക്കുന്നത് സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ തരം ആളുകൾ ബിസി ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ എല്ലാപ്പോഴും തിരക്കുള്ള ബിസിനസ്സുകാര്, ഡോക്ടർമാര്, പ്രൊഫഷണൽസ്, കുട്ടികളുടെ അമ്മമാര്. നെഞ്ചിൽ അസ്വസ്ഥത വന്നാൽ ഡോക്ടറെ അടുത്തേക്ക് പോകാനോ എമർജൻസിയിൽ എത്തിപ്പെടാനോ ഇവർക്ക് സമയമല്ല. അത് കാരണം ചികിത്സ കിട്ടാൻ വൈകിയാണ് ചിലർക്കെങ്കിലും മരണം സംഭവിക്കുകയാണ്. നാലാമത്തെ കൂട്ടർ ടെൻഷൻ അടിക്കുന്നവരാണ്. ഇവർക്ക് പലപ്പോഴും മുമ്പ് നെഞ്ചുവേദന വന്നിട്ടുണ്ട്. ആശുപത്രിയിൽ പോവും, ടെൻഷന്റെ ഗുളികകൾ കഴിച്ചിട്ട് അവർ തിരിച്ചുവിടും. ഇങ്ങനെ ഒരുപാട് തവണ ECG ഒക്കെ എടുത്ത് ടെൻഷൻ അടിച്ച് യഥാർത്ഥത്തിൽ അവർക്ക് അറ്റാക്ക് സംഭവിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അവർ ചിന്തിക്കുക ഇതും ഒരു ടെൻഷൻ മാത്രമാണെന്നാണ്. അങ്ങനെ അവർക്ക് ഹൃദയാഘാതം മിസ് ചെയ്തു പോവാണ്. അഞ്ചാമത്തെ ഗ്രൂപ്പ് ആളുകൾ പ്രായാധിക്യമുള്ള വ്യക്തികളാണ്. ചിലപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന പ്രായം ചെന്ന ആളുകൾ, അതല്ലെങ്കിൽ മക്കളുണ്ടെങ്കിലും മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മക്കളോട് അവരിത് പറയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ അറ്റാക്ക് വരുന്നത് കൃത്യസമയത്ത് ചികിത്സിക്കാത്തത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സമയത്തിന് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഹൃദയത്തിലെ മാംസപേശികൾ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുകയാണ്. മരണം വരെ സംഭവിക്കും. നമ്മുടെ സോഷ്യൽ സർക്കിൾ, നമ്മുടെ ചുറ്റുമുള്ളവർ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. നെഞ്ചുവേദന വരുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. ആശുപത്രിയിൽ പോയേ മതിയാവൂ എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ മാത്രം ആശുപത്രിയിൽ എത്തിപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും ഒരു ഡോക്ടറെക്കാളും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ കൂടെയുള്ള വ്യക്തികളായിരിക്കും.